ഐ വേൾഡ്, ഇറ്റ്സ് മീ റമി സൈമസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാട്രാക്റ്റിനെ കുറിച്ചാണ്, അതായത് തിമിരം. എന്താണ് തിമിരം, എങ്ങനെയാണ് തിമിരം വരുന്നത്, എന്തൊക്കെയാണ് തിമിരത്തിൻ്റെ സിംറ്റംസ്, എന്താണ് തിമിരം വന്നു കഴിഞ്ഞാലുള്ള ട്രീറ്റ്മെൻറ്റ്, ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തിമിരം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണിൻ്റെ സ്വാഭാവിക ലെൻസ് മേഘാവൃതമാകുന്ന രീതിയാണ് തിമിരെന്ന് പറയുന്നത്. അതായത് ലെൻസിനകത്തുള്ള ലെൻസിലെ പ്രോട്ടീനുകൾ തകരുകയും ഇതുമൂലം മങ്ങിയതോ അല്ലെങ്കിൽ നിറം കുറഞ്ഞതോ ആയ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക. തിമിരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ കണ്ണിലും നമ്മൾ ജനിക്കുമ്പം തന്നെ ഒരു ലെൻസ് ഉണ്ട്. ആ ലെൻസിനകത്തൂടെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ലെൻസ് എങ്ങനെയാണ് കാഴ്ചയെ സഹായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോഴുള്ള സ്വാഭാവികമായ ലെൻസ് വളരെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ കണ്ണിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ ലെൻസ് വളച്ചിട്ടാണ് കാഴ്ചയെ സഹായിക്കുന്നത്. ഇതാണ് ലെൻസിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ആ ലെൻസ്, അതായത് സുതാര്യമായ ലെൻസ് അതാര്യമാകുന്ന പ്രക്രിയയാണ് കാട്രാക്റ്റ് അല്ലെങ്കിൽ തിമിരെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ബ്ലറിങ് ഓഫ് വിഷൻ, അതായത് ദൂരെയുള്ള വസ്തുക്കൾ വളരെ മങ്ങിയ രീതിയിൽ കാണപ്പെടുന്നു. ഒരു തുണിക്കകത്തൂടെ നോക്കുന്ന പോലെ അല്ലെങ്കിൽ ഫോഗി ആയിട്ടുള്ള ക്ലൗഡഡ് വിഷൻ ആയിരിക്കും കാട്രാക്ട് പേഷ്യൻസിന് ഉണ്ടാവുക. ലൈറ്റ് സെൻസിറ്റിവിറ്റി, പ്രകാശം നോക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുക. ഡബിൾ വിഷൻ, നൈറ്റ് ഡ്രൈവിംഗ്, അതായത് നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വളരെയധികം ഹെഡ്ലൈറ്റിൻ്റെ ലൈറ്റിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുക, നൈറ്റ് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇതൊക്കെ കാട്രാക്റ്റിൻ്റെ ലക്ഷണങ്ങളാണ്. മറ്റൊരു ലക്ഷണമാണ് ഫ്രീക്വൻറ്റ് ഗ്ലാസ് പവർ ചേഞ്ചസ്. അതായത് ഇപ്പം നിങ്ങൾ ഒരു 6 മാസമേ ആയിട്ടുള്ളൂ ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടു എങ്കിൽ നിങ്ങൾക്ക് ദൂരെയുള്ള അക്ഷരങ്ങൾ ക്ലിയർ ആയിട്ട് ആ ഗ്ലാസ്സിൽ കാണാതിരിക്കുകയും ചെയ്യുന്നത് കാട്രാക്റ്റിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. കാട്രാക്റ്റ് ഉള്ള ആളുകൾ എത്ര ഗ്ലാസ് പവർ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ദൃഷ്ടിയിൽ, അതായത് വിഷനിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, എങ്ങനെയാണ് കാട്രാക്റ്റ് വരുന്നത്, എന്താണ് കാരണങ്ങൾ? വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വാർദ്ധക്യമാണ്, അതായത് ഏജ്. നമുക്ക് ആർക്കും സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ഏജ് എന്ന് പറയുന്നത്. എങ്ങനെയാണോ ഏജ് ആകുമ്പോൾ നമ്മുടെ ഹെയർ ഒക്കെ നരയ്ക്കുന്നത്, അതുപോലെ തന്നെ കണ്ണിനകത്ത് ലെൻസിൽ ചേഞ്ചസ് വരുന്നതാണ് കാട്രാക്റ്റ്. ഓക്കെ, മറ്റൊരു റീസൺ ട്രോമ, അതായത് ഏതെങ്കിലും തരത്തിൽ കണ്ണിനകത്ത് ഇഞ്ചുറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കാട്രാക്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, യു വി ലൈറ്റ്, അതായത് ഒരുപാട് കാലം യു വി ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് കാട്രാക്റ്റ് വരാം. സ്റ്റിറോയിഡ് ഇൻഡ്യൂസ്ഡ് കാട്രാക്റ്റ്, അതായത് സ്റ്റിറോയിഡ് മെഡിസിൻസ് ഒക്കെ വളരെ കാലങ്ങളായിട്ട് കണ്ടിന്യൂസ് എടുക്കുന്ന ആൾക്കാരിൽ വളരെ പെട്ടെന്ന് തന്നെ കാട്രാക്റ്റ് കാണപ്പെടുന്നുണ്ട്. കാട്രാക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരൊറ്റ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ, കാട്രാക്ട് സർജറി ചെയ്യുക എന്നുള്ളത്. അതായത് കാട്രാക്ട് സർജറി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കണ്ണിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള മേഘാവൃതമായ, അതായത് തിമിരം ബാധിച്ച ലെൻസിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട്, ക്ലൗഡി ലെൻസിനെ നമ്മൾ റിമൂവ് ചെയ്ത് ഇൻട്രാ ഓക്കുലർ ലെൻസ് IOL ഇംപ്ലാന്റ് ചെയ്യുന്നതിനെയാണ് കാട്രാക്ട് സർജറി എന്ന് പറയുന്നത്. കാട്രാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ, അതിനെ കാട്രാക്ട് സർജറി ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഗ്ലാസ് ചേഞ്ച് ചെയ്തതുകൊണ്ടോ ഡ്രോപ്സ് ഒഴിച്ചതുകൊണ്ടോ കാട്രാക്റ്റ് ഒരിക്കലും മാറുന്നതല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയമുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ട്, അവർക്ക് കാട്രാക്റ്റ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു ഡോക്ടർ ഓഫ്താൽമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് കാട്രാക്ട് സർജറി ചെയ്യേണ്ടതാണ്. അതിന് ബെസ്റ്റ് എന്ന് പറയുന്നത് IOL ഇംപ്ലാന്റേഷൻ. വെറുതെ കാട്രാക്റ്റ് റിമൂവ് ചെയ്തിട്ട് അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് വിടുന്നതല്ല. ക്ലൗഡി ലെൻസസ് റിമൂവ് ചെയ്യുക, ആ റിമൂവ് ചെയ്ത ലെൻസിൻ്റെ സ്ഥാനത്തേക്ക് IOL ഇംപ്ലാന്റേഷൻ നടത്തുക. ഇതാണ് കാട്രാക്ട് സർജറി. അപ്പം വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഇറ്റ്സ് മീ റമി സൈമസ്.